തണൽ വിരിച്ചും കാറ്റിൽ താളം പിടിച്ചും വൃക്ഷങ്ങൾ കാവൽ നിൽക്കുന്ന ക്യാമ്പസിലെ ട്രയാങ്കിൾ. വിരസമായ ക്ലാസുകൾക്ക് സമാന്തരമായും അവയ്ക്കിടയിലെ ഇടവേളകളിലും ഇവിടെ സജീവമായ സൗഹൃദ സദസ്സുകൾ. പത്തോളജിയുടെ പരിസരം. പഠനത്തെക്കാൾ സൗഹൃദത്തിനും അനുരാഗത്തിനുമുള്ള ഇരിപ്പിടങ്ങളായിരുന്നു ഈ പടവുകൾ. വിഖ്യാതമായ ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ. നാഡികളിലെ ഈണവും പേശികളിലെ താളവും സ്വപ്നം കണ്ടും അയവിറക്കിയും മിഴികൾ കൂർത്തും മൊഴികൾ കൈമാറിയും മണിക്കൂറുകൾ തന്നെ കമിതാക്കൾ ചിലവഴിച്ച സ്നേഹത്തിൻ്റെയും കുളിരിൻ്റെയും പച്ച പടർപ്പുകൾ, പച്ച തുരുത്തുകൾ. അധ്യയനത്തിലും ആതുര ചികിത്സയിലും നേടിയ വികാസ പരിണാമങ്ങൾ. ആദ്യ ബാച്ചുകളിൽ പുറത്തിറങ്ങിയ ഡോക്ടർമാർ ഉന്നത ബിരുദങ്ങൾ നേടി ഇവിടെ അധ്യാപകരായി എത്തി. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ചികിത്സയെയും അധ്യാപനത്തെയും വളർത്തിയെടുക്കുന്നതിന് അവർ ചുക്കാൻ പിടിച്ചു. മെഡിസിൻ, സർജറി, ഗൈനക്കോളജി തുടങ്ങിയ പ്രധാന വിഭാഗങ്ങളും സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളും വേഗത്തിൽ വളർന്നു. പ്രീ ക്ലിനിക്കൽ, പാരാക്ലിനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ മെച്ചപ്പെട്ട ലബോറട്ടറികളും അധ്യയന പദ്ധതികളുമായി പുഷ്ടി പ്രാപിച്ചു. ഈ വിഭാഗങ്ങളിലെല്ലാം ബിരുദാനന്തര പഠനവും ആരംഭിച്ചു. 1970-കൾ സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ കാലഘട്ടമായിരുന്നു. വളരെ പെട്ടെന്ന് എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകളും ഇവിടെയുണ്ടായി. ഇതിനിടയിൽ ഓർക്കാൻ ഒന്നുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ പീഡിയാട്രിക് സർജറി വിഭാഗം 60-കളിൽ തന്നെ ഡോക്ടർ രാമൻ നായരുടെ നേതൃത്വത്തിൽ ഇവിടെ സ്ഥാപിതമായി. മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ വളർച്ചയും അത്ഭുതകരമായ വേഗത്തിലായിരുന്നു. നഗരത്തിൽ നിന്നുള്ള ദൂരത്തിൻ്റെയും യാത്രയുടെയും ക്ലേശങ്ങൾ അവഗണിച്ച് നൂറുകണക്കിന് രോഗികൾ ഇവിടെ എത്തി. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ എല്ലാ ശക്തിയും ചൈതന്യവും ഇവിടെയുണ്ടെന്നും തങ്ങളുടെ ആരോഗ്യം സുരക്ഷിതമാണെന്നും ഉത്തമ വിശ്വാസത്തോടെയാണ് അവർ എത്തിയത്. രോഗശമനവും ആശ്വാസവും നേടി അവർ പടിയിറങ്ങി. തങ്ങളുടെ ഉറ്റവരെയും ഉടയവരെയും ഇവിടേക്ക് ആനയിച്ചു. രോഗികളുടെ ഒഴുക്ക് ആയിരക്കണക്കിനായി. ഓർക്കാൻ ഇനിയുമുണ്ട്. ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ ഡോക്ടർമാരാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആശുപത്രികളിൽ ജോലി ചെയ്ത് ആരോഗ്യമേഖലയെ പുഷ്ടിപ്പെടുത്തിയത്. പ്രത്യേകിച്ചൊരു പദ്ധതിയോ ഉദ്ബോധനമോ ഒന്നുമില്ലാതെ തന്നെ പൊതുജനാരോഗ്യ രംഗത്ത് വിശ്വവിഖ്യാതമായ കേരള മോഡൽ സൃഷ്ടിച്ചെടുത്തത് ഈ ഡോക്ടർമാരാണ്. ഇവിടെ പഠിച്ച് ഉന്നത ബിരുദമെടുത്ത് അധ്യാപകരായി ചേർന്നവരിൽ പലരും തങ്ങളുടെ വിഭാഗങ്ങളിൽ ഉന്നത ശീർഷരായി. സ്വകാര്യ മേഖലയിലെ ശ്രദ്ധേയമായ സ്ഥാപനങ്ങൾക്ക് രൂപം കൊടുത്ത പലരും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു. ഭാരതത്തിനകത്ത് മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശങ്ങളിൽ അമേരിക്ക, ബ്രിട്ടൻ, യൂറോപ്പ്, ഗൾഫ് നാടുകൾ എന്നിവിടങ്ങളിലും ചെന്നെത്തിയ പൂർവ്വ വിദ്യാർത്ഥികൾ ചികിത്സയിലും ഗവേഷണത്തിലും അധ്യാപനത്തിലും മികവിൻ്റെ പടവുകൾ ചവിട്ടിക്കയറി. 55 വർഷങ്ങൾക്ക് ശേഷവും കാലത്തിൻ്റെ കറയും കയ്യൊപ്പുകളും ഏറ്റുവാങ്ങിയ ഇടനാഴികളിൽ നടന്നു നീങ്ങുന്ന വിദ്യാർത്ഥികൾ. പുതിയ വേഷങ്ങളും മോഹങ്ങളും ആവേശങ്ങളുമായി ഓഡിറ്റോറിയത്തിനു മുന്നിൽ കാത്തു നിൽക്കുന്ന ഇളം തലമുറക്കാർ. ആളൊഴിഞ്ഞ ഇടനാഴിയിൽ സ്ഥാപനത്തെപ്പറ്റിയുള്ള ചിന്തയും ഓർമ്മയും കോർത്തിണക്കി നടന്നു നീങ്ങുന്ന ഭരണാധിപന്മാർ. 90-കളിൽ കേരളത്തിലെ ആതുര ചികിത്സാ മേഖലയിൽ മാറ്റത്തിൻ്റെ കാറ്റുവീശി. പരിഷ്കൃത സൗധങ്ങളും ആധുനിക ഉപകരണങ്ങളും മികച്ച സൗകര്യങ്ങളുമായി സ്വകാര്യ മേഖലയിലെ മുന്തിയ ആശുപത്രികൾ എത്തി. രോഗികളുടെ എണ്ണത്തിലെ അതിയായ വർധനയും രോഗങ്ങളുടെ വർദ്ധിച്ചുവന്ന സങ്കീർണതയും ഒരു വശത്ത്, വിഭവശേഷിയുടെയും ഭരണ സംവിധാനത്തിൻ്റെയും
പരിമിതികൾ മറുവശത്ത്. ഇതിനിടയിൽപ്പെട്ട് മറ്റ് പല സ്ഥാപനങ്ങളെയും പോലെ ഈ മഹാചികിത്സാലയവും വീർപ്പുമുട്ടിത്തുടങ്ങി. എങ്കിലും ഇന്നും കേരളത്തിലെ, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെ സാധാരണക്കാരൻ്റെ ആതുര ചികിത്സയിലെ ആശ്രയവും പ്രത്യാശയും ഈ ചികിത്സാ കേന്ദ്രത്തിലെ നൈപുണ്യവും കൈപുണ്യവുമുള്ള ഡോക്ടർമാരിൽ തന്നെയാണ്. ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും ഇടയിൽപ്പെട്ട് കുറേയൊക്കെ തളർച്ച ബാധിച്ചെങ്കിലും വൈദ്യശാസ്ത്ര പഠനം, ചികിത്സ എന്നിവയുടെ മികച്ച അധ്യായങ്ങൾ ഇവിടെ രചിക്കപ്പെടുന്നു. സേവനത്തിൻ്റെയും ചികിത്സാ വൈഭവത്തിൻ്റെയും മികവുറ്റ രംഗങ്ങൾ ദിനംപ്രതി ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നു. ജന്മമെടുത്ത് 55 വർഷം പിന്നിട്ടപ്പോൾ 2006 നമ്മുടെ ഈ മാതൃവിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടന നിലവിൽ വന്നത്. നമുക്ക് കാര്യമായി ആലോചിക്കാൻ സമയമായി. ഈ വിദ്യാലയത്തിൻ്റെ ചുമരുകൾക്കുള്ളിലും പുറത്തുമായി പകർന്നു കിട്ടിയ വൈദ്യശാസ്ത്ര വിജ്ഞാനത്തിൻ്റെയും കർമ്മക്ഷമതയുടെയും പാഠങ്ങളല്ലേ ജീവിതത്തിൽ ദീപം തെളിച്ച് നമ്മെ മുന്നോട്ട് നടത്തിയത്. ഇതല്ലേ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിത സൗഭാഗ്യങ്ങളുടെ എല്ലാം ഗർഭഗൃഹം. ഇതല്ലേ നമ്മുടെ അമ്മ, നമ്മുടെ മാതൃവിദ്യാലയം. നമുക്ക് ഉണരാനും സമയമായി. അധ്യാപനത്തിലും ചികിത്സയിലും ഗവേഷണത്തിലും പുതിയ ഉയരങ്ങൾ കയറാനും ദൂരങ്ങൾ താണ്ടാനും നമ്മുടെ മാതൃവിദ്യാലയത്തെ ഒരുക്കാനുള്ള യത്നങ്ങളിൽ നമുക്ക് ഒന്നിക്കാം. പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ കൊടിക്കീഴിൽ അതിനുള്ള ക്രിയാത്മക പദ്ധതികൾക്ക് രൂപം കൊടുക്കാം. വൈകിയെത്തിയതാണെങ്കിലും ഇതിന് ഊർജവും വേഗവും പകരാൻ നമുക്ക് കൂട്ടായി യത്നിക്കാം. മാതൃസ്മരണയുടെ ഇതളുകൾ തഴുകുന്നതോടൊപ്പം, മാതൃവന്ദനത്തിൻ്റെ ദീപം കൊളുത്തുന്നതോടൊപ്പം നമ്മുടെ അമ്മയെ, മാതൃവിദ്യാലയത്തെ മികവിലേക്ക്, കൂടുതൽ കൂടുതൽ മികവിലേക്ക് നയിക്കുന്നതിൽ നമുക്ക് പങ്കുചേരാം.